കേരളത്തിൽ മദ്യോൽപാദനം വർദ്ധിപ്പിക്കണമെന്ന എക്സൈസ് മന്ത്രി എം ബി രാജേഷിന്റെ പ്രസ്താവനയിൽ വിവാദം. പ്രാദേശിക എതിർപ്പുകൾ പരിഗണിക്കേണ്ടെന്നും മദ്യം വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ കേരളത്തിന് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ പ്രതികരണം അപക്വവും ധാർഷ്ട്യം നിറഞ്ഞതുമെന്ന് കത്തോലിക്ക സഭയുടെ വിമർശനം. കേരളത്തിൽ മദ്യനിർമ്മാണം വർദ്ധിപ്പിക്കണമെന്ന എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ വിമർശനവുമായി KCBCയും മദ്യവിരുദ്ധ സമിതിയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. KCBCയുടെ പ്രസ്താവനയിൽ മന്ത്രിക്കെതിരെ നിശിതമായ വിമർശനം തന്നെയാണ് നിലനിൽക്കുന്നത്. മന്ത്രിയുടെ പ്രസ്താവന ധാർഷ്ട്യം നിറഞ്ഞതെന്നും അപക്വമെന്നുമാണ് കത്തോലിക്ക സഭയുടെ വിമർശനമുണ്ടായിരിക്കുന്നത്. പാലക്കാട് ബ്രൂവറി കൊണ്ടുവരാമെന്ന സർക്കാരിൻ്റേത് വ്യാമോഹമായിട്ടുള്ള ഒരു ആശയം മാത്രമാണ് എന്ന് KCBC തുറന്നടിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകൾ എത്തുന്നത് കേരള മദ്യം കുടിക്കുവാനല്ല എന്നും ഈ ഒരു പ്രസ്താവനയിൽ പറയുന്നു. യഥാർത്ഥത്തിൽ മന്ത്രിയുടെ ഒരു പ്രസ്താവന പൊതുചടങ്ങിൽ വെച്ച് ഉണ്ടാകുന്നത് തന്നെ പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്കെതിരെ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭ ചേർന്ന് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതാണ്. യഥാർത്ഥത്തിൽ മന്ത്രിയെ പ്രകോപിപ്പിച്ചതും ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളുടെ പ്രത്യേകത കൊണ്ടും ചില യാഥാസ്ഥിതികത്വം മൂലവുമൊക്കെ ഇതിനെ ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ കാണുന്നതിന് ചില തടസ്സങ്ങൾ നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് വെളിയിൽ നിന്നടക്കം പല കമ്പനികളിലും കേരളത്തിലേക്ക് വരാൻ മടിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണമായി മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിന് ദീർഘവീക്ഷണമുള്ള ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു മദ്യനയം ഇല്ല എന്നതാണ്. മാറി മാറി വരുന്ന ഓരോ സർക്കാരുകളുടെയും മദ്യനയത്തെ ചൊല്ലിയുള്ള നിരന്തരമായിട്ടുള്ള രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ പൊതുസമൂഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ ഒരു നടപടിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നത്. പാലക്കാട് നിന്നും കൊച്ചിയിൽ നിന്നും ടീം 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.